ഇപ്പോൾ ത്രെഡ്സിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിന് ആർക്കൊക്കെ റിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ആർക്കൊക്കെ ആ ഒരു പോസ്റ്റ് കോട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം വേറെയുള്ളവർക്ക് പറയാവുന്നതാണ്. ഇപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ താഴെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുക. പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഹൂ ക്യാൻ റിപ്ലൈ ആൻഡ് കോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പം ഇതിൽ എനിവൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിന് റിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ കോട്ടും ചെയ്യാവുന്നതാണ്. അല്ല പ്രൊഫൈൽ യു ഫോളോ എന്ന് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഇത് കോട്ട് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മെൻഷൻഡ് ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇതിന് റിപ്ലൈ ചെയ്യാനും കോട്ട് ചെയ്യാനൊക്കെ കഴിയുള്ളൂ, വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ത്രെഡ്സിലുള്ള പോസ്റ്റിന് ആർക്കൊക്കെ റിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ആർക്കൊക്കെ കോട്ട് ചെയ്യാം എന്നുള്ളത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.